എനിക്കൊരു കാര്യം അറിയാം. നമ്മള് ഈ സയൻസിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന അതേ ഇൻവെസ്റ്റ്മെന്റ് ആർട്സ് റിസർച്ചിന് ആവശ്യമുണ്ടോ ഇല്ലയോ? നിന്റെ അഭിപ്രായം എന്താ അത്? ഉണ്ട്. എന്തുകൊണ്ട്? എല്ലാം ലൈഫിന്റെ അവിഭാജ്യ ഘടകമാണ്. അങ്ങനെയല്ല, പ്രോപ്പർ വാലിഡ് ആയിട്ട് റീസൺ പറയണം. വാലിഡ് റീസണിങ്, അതായത് നമ്മൾ സയൻസ് റിസർച്ച് കൊണ്ട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേ ഒരു JRF ഇൻവെസ്റ്റ്മെന്റ് 37K per month കൊടുത്തിട്ട് ലിറ്ററേച്ചർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? അൾട്ടിമേറ്റ് ബെനിഫിറ്റ് എന്താണ്? ഒരു ലിറ്ററേച്ചർ രാജ്യം ആർട്ട് എന്നൊക്കെ പറയുന്നത് ലൈക്ക് ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി ആണ്. ഈവൻ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ റോബോട്ട് എന്നുള്ള കൺസെപ്റ്റ് അത് ആദ്യം എവിടുന്ന് വന്നതാ? സയൻസിൽ നിന്നല്ല. റോബോട്ട് എന്നുള്ള കൺസെപ്റ്റ് എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഹംഗേറിയൻ ലിറ്ററേച്ചർ എഴുത്തുകാരൻ അങ്ങേരുടെ ഒരു നോവലിൽ കൊണ്ടുവന്ന ഒരു സംഭവമാണ് ഈ റോബോട്ട് എന്നുള്ളത്. ഇവൻ ആ വേർഡ് പോലും ഒറിജിൻ ചെയ്തത് അതിൽ നിന്നാണ്. ലൈക്ക് ഹ്യൂമൻ ഇമാജിനേഷൻ. മനുഷ്യന്മാര് എന്ത് ഇമാജിൻ ചെയ്യുന്നു അതിനെ ചേസ് ചെയ്തിട്ടാണ് സയൻസും ടെക്നോളജിയും പോകുന്നത്. ലൈക്ക് അപ്പോ ലിറ്ററേച്ചർ എന്നുള്ളൊരു സംഭവം ഇല്ലെങ്കിൽ മനുഷ്യന് ഇമാജിൻ ചെയ്യാനുള്ള കഴിവില്ലാണ്ടേക്കും. ഇമാജിനേഷൻ ഇല്ലാണ്ട് ലൈക്ക് നമ്മൾ മനുഷ്യന്മാർ ഇമാജിൻ ചെയ്ത് എടുക്കുന്നതിനെയാണ് ഓരോന്നും സയൻസ് വർക്ക് ചെയ്ത് ടെക്നോളജി അഡ്വാൻസ് ആയി പോകുന്നത്. അതുകൊണ്ടാണോ ലിറ്ററേച്ചറിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അതാണോ ലിറ്ററേച്ചറിന്റെ ബെനിഫിറ്റ്? പല റീസൺസ് ഉണ്ടാവും. ഞാൻ മനസ്സിലാക്കിയ ഒരു റീസൺ ഇതാണെന്ന് പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഞാൻ ചോദിക്കുന്ന പറഞ്ഞാൽ ഇപ്പം നമ്മള് പല കാര്യങ്ങളും സ്റ്റഡി ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം പണ്ട് നടന്ന ഇൻസിഡൻസും കാര്യം. അപ്പം ഞാനൊരു കൺക്ലൂഷനിൽ ഇപ്പൊ എത്തിയത്, അത് എനിക്ക് ഇപ്പം മനസ്സിലായതിന് ശേഷം ഞാൻ ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല്, ചില സമയം സയൻസിനേക്കാളും ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തിട്ട് റിസർച്ച് ചെയ്യേണ്ട ഒരു മേഖലയാണ് ലിറ്ററേച്ചർ എന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം ഇപ്പം അല്ലെങ്കിൽ സയൻസിന്റെ അതേ ഇൻവെസ്റ്റ്മെന്റ് ലിറ്ററേച്ചറിന് ആവശ്യമുണ്ട്. ഓവറോൾ ലിറ്ററേച്ചറിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഭയങ്കര കുറഞ്ഞു വരികയാണ്. പക്ഷെ ആക്ച്വലി ലിറ്ററേച്ചർ ആണ് നമ്മുടെ സൊസൈറ്റിയിൽ ഓൾമോസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മളിപ്പം കടന്നു പോകുന്ന ഓരോ സിറ്റുവേഷൻസും ഇൻസിഡൻസും ലിറ്ററേച്ചറിൽ പണ്ടും നടന്നതാണ്. അതായത് നമ്മളിപ്പം ടീനേജേഴ്സ് നമ്മൾ ഫേസ് ചെയ്യുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതിപ്പോൾ നീ ഇപ്പോൾ പറഞ്ഞ അൺഎംപ്ലോയ്മെന്റ് ആവട്ടെ, അല്ലെങ്കിൽ നീ ഇപ്പം പീറ്റർ കണക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ 100 വർഷം മുമ്പും സംഭവിച്ചിട്ടുണ്ട്. അത് ശരിയാണ്. ലൈക്ക് ലൈഫിൽ നടക്കുന്ന ഓരോ ലൈക്ക് ഈവൻ പിക്കപ്പ് ലൈൻ ആവട്ടെ, ബ്രേക്കപ്പ് ആവട്ടെ, എന്താണെങ്കിലും ലൈക്ക് ഞാൻ ഈവൻ സംസാരിക്കുന്നത് പോലും ലൈക്ക് ഞാൻ കാണുന്ന അതേ സിനിമയും കാണുന്ന അതേ സീരീസും വായിക്കുന്ന അതേ ബുക്കും സെയിം ചെയ്യുന്ന ആൾക്കാർക്ക് എൻ്റെ അടുത്ത് സംസാരിച്ചാൽ മനസ്സിലാവും. ലൈക്ക് ഞാൻ ഫുള്ള് റെഫറൻസ് ചെയ്തിട്ടാ പറയല് പോലും. ലൈക്ക് ഞാൻ ഒരാളോട് സംസാരിക്കുന്നത് പോലും അങ്ങനെയാണ്. അത്രയും ഇൻഫ്ലുവൻസ്ഡ് ആണ് ഞാൻ ശരിക്കും. അല്ല, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം സപ്പോസ് ഈ ലിറ്ററേച്ചറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻസ് എവിടെ വരാ വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഹോമറിന്റെ ഒഡീസിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പം ഈ അതുപോലത്തെ ലിറ്ററേച്ചർ വർക്ക്സ് റെഫർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് അതിലുള്ള ക്യാരക്ടേഴ്സ്, അതൊരു മിത്ത് ആണെങ്കിൽ പോലും അതിലുള്ള ക്യാരക്ടേഴ്സിന്റെ കോറ് റിയൽ ലൈഫ് ആൾക്കാരെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതെ അതെ, ഇതിനൊരു അപ്പം എക്സാമ്പിൾ ഉണ്ടായിരുന്നു. നീ പറഞ്ഞിട്ട് പറയാം. അപ്പോ അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവര് വരുത്തിയ മിസ്റ്റേക്സ് കാര്യങ്ങള്, അപ്പം അതിൽ നിന്ന് കുറെ കൺക്ലൂഷൻസ് ഉണ്ട്. ഇപ്പം പൊതുവെ ക്ലാസിക്കൽ ലിറ്ററേച്ചറിൽ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാല് ഓൾമോസ്റ്റ് ഇപ്പം ക്ലാസിക്കൽ ലിറ്ററേച്ചർ റിസർച്ച് ചെയ്ത ആൾക്കാരുടെ വീഡിയോസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും, ഓക്കെ, ഇങ്ങനെയുള്ള ആൾക്കാർ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പം കുറെ വേർഡ്സ് ഉണ്ട്, ടെക്നിക്കൽ ടേംസ്, നിഹിലിസം, സ്റ്റോയിസം, എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് ക്ലാസിക്കൽ ലിറ്ററേച്ചറിലുള്ള. അപ്പം ഇതൊന്നും നമ്മൾ ബുക്ക് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ചിലപ്പം ഈ സാധനങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ഇവർ ഇതാണ് മീൻ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവില്ല. അതായത് നിഹിലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡസൻ മാറ്റർ, അത് നല്ലതായാലും മോശമായാലും നമ്മൾ ചെയ്യുന്ന ഡിസിഷൻ തെറ്റിയാലും ശരിയായാലും നമുക്ക് ഒരു പ്രശ്നവുമില്ല, ഒരു കാര്യമില്ല. നമ്മൾ ഡോക്ടർ ആയാലും കണക്കാ, എഞ്ചിനീയർ ആയാലും കണക്കാ. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് എന്താണ് ആറ്റിറ്റ്യൂഡാണ് നിഹിലിസം. അതായത് നമ്മൾ എന്ത് ചെയ്താലും ഡസൻ മാറ്റർ,
എല്ലാം ഒന്ന് തന്നെ, പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. അപ്പോ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് കാലത്തേ ഉണ്ട്. അതായത് 1000 വർഷങ്ങൾക്ക് മുമ്പേ മനുഷ്യന്മാർ ഇതേ സാധനങ്ങൾ ചെയ്ത്, അതെ നമ്മൾ കടന്നു പോകുന്ന ഇമോഷണൽ സ്റ്റേജസിലൂടെ എല്ലാ ഓൾറെഡി 1000 വർഷം മുമ്പോ അല്ലെ 100 വർഷം മുമ്പോ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ആ കാലത്ത് ഈ ഒരു ടെക്നോളജി ഉണ്ടായിട്ടുള്ള അതിനുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ മൊത്തം നോക്കുകയാണെങ്കിൽ. അതെ. അപ്പൊ പണ്ടത്തെ ഹിസ്റ്റോറിക് ലിറ്ററേച്ചർ ഒക്കെ നമ്മൾ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ പ്രോബ്ലംസിനുള്ള ആൻസർ വേണമെങ്കിൽ നമുക്ക് സൊല്യൂഷൻസ് കിട്ടും. കിട്ടാവുന്നതാണ്. അതായത് മോഡേൺ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് ഈ ലിറ്ററേച്ചറിൽ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതെ. അതാണ് മെയിൻ ആയിട്ട് വരുന്നത്. നീ നേരത്തെ മറ്റേ ഒഡീസിയുടെ ഇത് പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഒഡീസിയിൽ ഓരോ ക്യാരക്ടേഴ്സും അവരെന്തൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ള ഒരു പോസ്റ്റ് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടായിരുന്നു. അത് ഞാൻ വായിച്ചു തരാം. അതായത് നിന്റെ അടുത്ത് പറഞ്ഞാൽ തോന്നുന്നു പോളിഫീമസ് അതായത് ഒറ്റക്കണ്ണൻ സൈക്ലോപ്സ് എന്നുള്ള ക്യാരക്ടർ എന്ത് റെപ്രസെന്റ് ചെയ്യണം? അതായത് ഇതിൽ പറഞ്ഞത് എന്താ വെച്ചാൽ എ വേൾഡ് വിത്തൗട്ട് ലോ ആൻഡ് ഓർഡർ ദാറ്റ് റിജക്ട്സ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് റൺസ് ഓൺ ബ്രൂട്ട് ഫോഴ്സ്, an antithesis of the value that define ancient Greek society. അതായത് ആൻഷ്യന്റ് ഗ്രീക്ക് സൊസൈറ്റിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ അത് എന്താണ്? സ്യൂസസ് ലോ, അതായത് ഹോസ്പിറ്റാലിറ്റി. അതിന്റെ ഒരു എന്താ ആന്റിതീസിസ് എന്ന പോലെയുള്ള ഒരു സംഭവമാണ് പോളിഫീമസ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോട്ടസ് ഈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ടെംപ്ടേഷൻ ടു അബാൻഡൻ എവരിതിങ്, അതായത് ലൈഫിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഇട്ടിട്ട് ഇതൊന്നും എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ് അബാൻഡൻ ചെയ്ത് ഓടിപ്പോകുന്ന ആൾക്കാര്. ലൈക് സേഴ്സി എന്നുള്ള, അതായത് സെഡക്റ്റീവ് പവർ, അതായത് പ്ലഷർ ആൻഡ് ലക്ഷറി, അതായത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്ലഷർ ആൻഡ് ലക്ഷറി ഉണ്ടാകുമ്പോൾ സെൽഫ് കൺട്രോൾ ഇല്ലാണ്ട് നശിച്ചു പോകുന്ന ആൾക്കാര്, എന്നിട്ട് സെൽഫ് കൺട്രോൾ പഠിപ്പിക്കുന്നു. ലൈക്ക് സൈറൻ ആണെങ്കിൽ അതായത് ഇറസിസ്റ്റബിൾ ആയിട്ടുള്ള ടെംപ്ടേഷൻ, അതായത് സൈറനും സെർസിയുടെ സംഭവം ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് പോകാവുന്ന സംഭവങ്ങളാണ്. ലൈക്ക് അങ്ങനത്തെ കുറെ സംഭവങ്ങൾ പണ്ടത്തെ നമ്മൾ റിസർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. ലൈക്ക് ആൾക്കാർ ഒഡീസി എന്നൊക്കെ ഒരു സിനിമ കാണുന്ന ലാഘവത്തോടെ കാണുമെന്ന് പറയും, അല്ലാതെ ഇതിനെപ്പറ്റി ശരിക്കും നമുക്ക് ഈ രീതിയിലും കണ്ടിട്ട് മീനിങ് ഫുൾ വേയിൽ കാണുന്നൊരു രീതിയുണ്ട്, കാണുന്നതും വായിക്കുന്നതും എന്തായാലും. അല്ല, ഓൾമോസ്റ്റ് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈക്ക് ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ റിസർച്ച് ചില സമയങ്ങളിൽ ഞാൻ പറയും സയൻസിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റും. പക്ഷെ പൊതുവെ ഇപ്പം ഗവൺമെന്റ് 1000 കോടി 2000 കോടി, അതായത് റിസർച്ചിന് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് വേണ്ട ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നത്. പക്ഷെ വേറൊരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാല് ഈ ലിറ്ററേച്ചർ സംഭവങ്ങളില് ഇൻവെസ്റ്റ്മെന്റ് അധികം വേണ്ട എന്ന് പറയുന്നില്ല. ലൈക്ക് ലിറ്ററേച്ചറിൽ റിസർച്ച് ചെയ്യുന്നത് ലൈക്ക് അത്ര എക്സ്പെൻസീവ് അല്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ലൈക്ക് സയൻസ് റിസർച്ചിൽ ഇവർക്ക് ഒബ്വിയസ്ലി ഇൻഫ്രാസ്ട്രക്ചർ വേണം, എക്സ്പെരിമെന്റിന്റെ അപ്പാരറ്റസ് സാധനങ്ങളൊക്കെ വേണം. ലിറ്ററേച്ചർ മെയിൻലി ഹ്യൂമൻ ബ്രെയിന്, തലച്ചോറിലാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ സർവൈവലിന് വേണ്ടിയിട്ട്, അതായത് ഞാൻ പറയുന്നത് ലിറ്ററേച്ചറിലേക്ക് ആൾക്കാർ ഒരുപാട് റിസർച്ചിലേക്ക് പോകാൻ മടിക്കുന്നതിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിറ്ററേച്ചർ റിസർച്ച് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന സമയത്ത് സയൻസിന് കിട്ടുന്ന അത്ര ഫണ്ടിങ് ഉണ്ടാവില്ല. ഫണ്ടിങ് ഫോർ അവരുടെ സർവൈവൽ, അതായത് അവരുടെ ഡെയിലി ആവശ്യങ്ങൾക്കും അവർക്കൊരു നല്ലൊരു സാറ്റിസ്ഫൈബിൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല് കൊണ്ടുപോകണമെങ്കിൽ അത്യാവശ്യം നല്ല വരുമാനം വേണം. അപ്പം വരുമാന മാർഗം, ഇത് പറഞ്ഞത് വളരെ ശരിയാണ്. ഇതിന്റെ ഒരു എക്സാമ്പിൾ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. മൈ ഡാഡിന്റെ റിസർച്ച് പകുതിക്കെന്ന് വെച്ച് പണ്ട് നിർത്തിയതായിരുന്നു. ഇനിയിപ്പോ തുടങ്ങുന്നറിയില്ല. ലൈക്ക് അതാണ് ലൈക്ക് പലരും ഈ ലിറ്ററേച്ചറിൽ റിസർച്ച് ചെയ്യുന്ന പല ആൾക്കാരും പിന്നീട് ഇതുകൊണ്ട് ഒന്നും ആവില്ല എന്നുള്ള ഇത് വരുമ്പോ ഇവര് ജേർണലിസ്റ്റിലേക്കോ അങ്ങനെ തിരിഞ്ഞിട്ട് പോകുന്നതാണ്. പിന്നെ ഇവർക്കുള്ള വേറെ എന്ന് പറഞ്ഞാല് ബുക്ക് എഴുതുക, ബുക്ക് വെക്കുക. പക്ഷെ ഇത് ബുക്ക് ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ലിറ്ററേച്ചർ റിസർച്ച് എന്ന് പറയുമ്പോൾ ഇപ്പം റിസർച്ച് സക്സസ്ഫുൾ ആകുക അവര് ചെയ്ത റിസർച്ച് ഇപ്പം ബുക്കായിട്ട് ഒരു ഫിലോസഫറിനെ പോലെ പബ്ലിഷ് ചെയ്യുക, റൈറ്റിംഗ് സ്കിൽസ് ഉണ്ടെങ്കിൽ. അതായത് രണ്ട് രീതിയിലാണ്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ലിറ്ററേച്ചറിൽ ഏറ്റവും സക്സസ്ഫുൾ ആയ ഫീൽഡ് റൈറ്റിംഗ് ആയിരിക്കും. കാരണം ആളുടെ റിസർച്ച് ഒരു സ്റ്റോറി പോലെ ഓഡിയൻസിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ
ആള് സക്സസ്ഫുൾ ആവും അല്ല, ലിറ്ററേച്ചറിൽ. ഇന്ന് റൈറ്റിംഗ് മാത്രല്ലല്ലോ ഇന്നത്തെ ഒരു മീഡിയം എന്ന് പറയുന്നത്. ലിറ്ററേച്ചറിൽ ആക്കാം, അതൊരു വിഷ്വൽ മീഡിയത്തിൽ കൺവേർട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഡോക്യുമെന്ററി ആക്കാം, ഫിലിം ആക്കാം, സോങ് ആക്കാം, കവിതയാക്കാം. റൈറ്റിംഗ് പോലെയല്ല, വിഷ്വലി അത് അങ്ങനെ സിനിമയൊക്കെ ആക്കുന്ന സമയത്ത് ലിമിറ്റേഷൻ എന്നാണ് ഇപ്പം നിന്റെ കയ്യിൽ ഒരു നല്ല കണ്ടന്റ് ഉണ്ട്, അത് നീ ഉം. വിഷ്വൽ മീഡിയ ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നിന്റെ സംവിധാന പാളിച്ചകളും അല്ലെങ്കിൽ നിന്റെ അല്ല, ക്യാമറയും നിന്റെ സൗണ്ട് വിഷ്വൽ ഡിസൈനിങ്ങോ മീഡിയ അല്ലെങ്കിൽ എന്ന് ഞാൻ എഡിറ്റിങ്. ഉദ്ദേശിക്കുന്നത് ഫിലിം മാത്രല്ല. ലൈക്ക് യൂട്യൂബിൽ തന്നെ നിനക്ക് നോക്കിക്കഴിഞ്ഞാല് ലൈക്ക് വീഡിയോ എസ്സേ എന്ന് പറഞ്ഞിട്ടൊരു ജോണർ ഉണ്ട്, അറിയോ, കണ്ടിട്ടുണ്ടോ? ആ ലൈക്ക് വീഡിയോ എസ്സേസ് ചെയ്യാം, എസ്സേസ് ചെയ്യാം, ഡോക്യുമെന്ററീസ് ചെയ്യാം, ലൈക്ക് ഓഡിയോ ബുക്സ് ചെയ്യാം. ലൈക്ക് ഓഡിയോ ബുക്സും സാധാ ബുക്സും ഓഡിയോ ബുക്സ് ഡിഫറൻസ് എന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മൾ, പറഞ്ഞാൽ അതായത് നമ്മൾ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പം ഓഡിയോ ബുക്സോ അല്ലെങ്കിൽ നീ ഇപ്പം പറഞ്ഞ വിഷ്വൽ മീഡിയ എന്ന് പറഞ്ഞിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യുമ്പോഴും ഓഡിയൻസിനെ വിഷ്വൽ ഹുക്ക് മീഡിയ എന്ന് ചെയ്യാനുള്ള ഒരു പറഞ്ഞാൽ സാധനമുണ്ട്. ഒരിക്കലും സിമ്പിൾ എന്നല്ല. നീ വീഡിയോ എസ്സേ എന്ന് പറഞ്ഞൊരു ജോണർ ഉണ്ട്, അതിൽ നീ 2-3 വീഡിയോ എസ്സേസ് കണ്ടു നോക്ക്. അതായത് ഒരു എസ്സേ എന്ന് പറഞ്ഞാൽ എന്താ ലിറ്ററേച്ചറിൽ എഴുത്തല്ലേ? വീഡിയോ എസ്സേ ഞാൻ വീഡിയോ എസ്സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ കാണുന്ന ടൈപ്പ് കോണ്ടന്റ്സ് ഒക്കെ തന്നെ എനിക്കറിയാം, ഞാൻ കാണാറുണ്ട് വീഡിയോ എസ്സേസ്. സെയിം സാധനം തന്നെ. എസ്സേൽ എന്ന് പറഞ്ഞാൽ എഴുത്ത് മാത്രം. ലൈക്ക് വീഡിയോ എസ്സേ എന്ന് ആ പറയുമ്പോൾ ആ എഴുത്ത് പറയുന്നു, ആ എഴുത്തിന്റെ കൂടെ വിഷ്വലി അതിനായിട്ടുള്ള ഇൻഫർമേഷൻസ്, വീഡിയോസ് അതാണ് ഞാൻ ആണെങ്കിൽ പറഞ്ഞത്, വീഡിയോസ്, അതായത് ക്ലിപ്സ് ആണെങ്കിൽ ക്ലിപ്സ്, ഇമേജസ് ആണെങ്കിൽ ഇമേജസ്, കോഡ്സ് ആണെങ്കിൽ കോഡ്സ്, എല്ലാം കാണിക്കുന്നു, അത്രേ ഉള്ളൂ. ലൈക്ക് എഴുത്തും അല്ല വീഡിയോ എസ്സേ തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല. ലൈക്ക് അധികം വീഡിയോ എസ്സേ ചെയ്യും. ഈ വീഡിയോ എസ്സേ എന്ന് പറയുന്നത് ലൈക്ക് അത് ലെങ്ത് കൂടിയതാണ്. അതിൽ ഈ ഹുക്ക് മറ്റേ ഇത് അങ്ങനത്തെ ഇതൊന്നും വരുന്നില്ല സത്യം പറഞ്ഞാല്. പക്ഷെ ഇപ്പൊ ഒക്കെ വീഡിയോ എസ്സേ സംഭവങ്ങളൊക്കെ ആണെങ്കിലും അത് ഷോർട്ട് ഫോം കണ്ടന്റിൽ വരുമ്പോഴേ ഹുക്ക്, ഓഡിയൻസ് റിട്ടൻഷൻ, അതൊക്കെ ആൾക്കാർ നോക്കുന്നുള്ളൂ. അല്ല വീഡിയോ എസ്സേ ആണെങ്കിലും ഞാനും വീഡിയോ എസ്സേ കാണാറുണ്ട്. ഞാൻ കാണുന്ന വീഡിയോ എസ്സേസ് ഇവിടെ വീഡിയോ എസ്സേസ് ആണെങ്കിലും ഒരു സാധനമുണ്ട്, ആൾക്കാരെ എൻഗേജിങ് ആയിട്ട് ഒരു പ്രസന്റേഷൻ സ്കില്ലുണ്ട്. അത് അതായത് വേണം, ഇപ്പം പറയാനുള്ള കഴിവ് വേണം. പറയാനുള്ള കഴിവ് വേണം, അല്ലാണ്ട് ഇഷ്ടം പോലെ വീഡിയോ എസ്സേസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, ഒട്ടും സക്സസ് ആയി. ലൈക്ക് നമുക്ക് കാണുമ്പോൾ ഇപ്പൊ എക്സാമ്പിൾ ആറാട്ടെണ്ണം ക്യാമറ വെക്കുന്ന പോലെ ക്യാമറയും വെച്ചിട്ട് ക്യാമറ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ കാണൂല. വീഡിയോ എസ്സേസ് പല ലെവലും ഉണ്ട്. ഒന്ന് നല്ല ചിലത് അതായത് സർഫസ് ലെവല് നോർമൽ ഓഡിയൻസിനുള്ള വീഡിയോ എസ്സേസ് ഉണ്ട്. പിന്നെ ഡീപ്പ് ഡൈവ് പോകുന്നുണ്ട്, വളരെ ഡീപ്പൊക്കെ പോകുന്ന കുറെ വീഡിയോ എസ്സേസ് ഒക്കെ ഉണ്ട്. ലൈക്ക് അതൊക്കെ കണ്ടാൽ നമ്മൾ കുറച്ചു നേരം പോസെല്ലാം ചെയ്തിരുന്ന് കാണണം, എന്നാലേ നമ്മളെ തലേക്ക് അത് മനസ്സിലാവും. അങ്ങനത്തെ സംഭവങ്ങൾ വരെ ഉണ്ട്. കാണുന്നുണ്ട്. എന്ത്? അല്ല, അതായത് നമ്മളിപ്പം ഒരു ലൈവ് സ്ട്രീം ചെയ്യുന്ന സമയത്ത് അതിന്റെ ക്യാമറ ഒക്കെ ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ എത്ര ക്വാളിറ്റി കണ്ടന്റ് പറയുന്നുണ്ടെങ്കിലും ആൾക്കാർ പിടിച്ചിരുത്തണമെങ്കിൽ ഫസ്റ്റ് നല്ല രീതിയിൽ ഇത് കാണിക്കണം. അതെ അതെ. എൻ്റെ സ്ട്രീം കാണുന്നുണ്ടോ? കാണാം കാണാം കാണാം. നേരെ കാണിക്കുന്നു. ഇതാ ഇതില് ഞാൻ കാണിക്കുന്ന വെച്ചാ ഞാൻ പറഞ്ഞത് കണ്ടാ, ഇതുപോലെ ഇതൊരു വീഡിയോ എസ്സേ ആണ്. അതായത് ആള് സെൽഫ് ഹെൽപ്പ് ആൻഡ് എന്തോ ഒരു സെൽഫ് ഇമേജ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ആള് സംസാരിക്കുന്നതാണ്, അതെ. ഒരു ടൈപ്പ് ഓഫ് വീഡിയോ എസ്സേ. കണ്ടാ? കണ്ടു കണ്ടു കണ്ടു, നീ പറ. അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ പ്രസന്റേഷൻ സ്കില്ല് വേണം. അപ്പം ഇതുപോലെ സംസാരിക്കാനോ ഇതാക്കാനോ കഴിവില്ലാത്ത ഒരാളാണെങ്കിൽ ആൾക്ക് ഏറ്റവും സക്സസ്ഫുൾ റൈറ്റിംഗ് ആണ്. ആ റൈറ്റിംഗിൽ ഏറ്റവും ബെറ്റർ ഒരു നോവലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും എഴുതുന്നതാണ്. നോവലൊക്കെ എഴുതി പ്രോപ്പർ ആയിട്ട് മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആവും. ആർട്സ് ആൻഡ് എല്ലാം. പിന്നെ ചില ആൾക്കാര് മൈ ഫാദർ തന്നെ പണ്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ലൈക്ക് പേപ്പറിലൊക്കെ ആർട്ടിക്കിൾസ് എഴുതുമായിരുന്നു. ലൈക്ക് അങ്ങനെ എഴുതുന്നവരുണ്ട്, പേപ്പറിൽ മാഗസീനിലൊക്കെ ആർട്ടിക്കിൾസ് പബ്ലിഷ് ഒക്കെ ചെയ്യുമ്പോൾ അതിന് റെമുനറേഷൻ ഒക്കെ കിട്ടും. പക്ഷെ അതൊന്നും ജീവിക്കാനുള്ള വകയിലേക്ക് ഇപ്പോഴത്തെ അവസ്ഥ അറിയില്ല, ആ ഒരു സിറ്റുവേഷനിലേക്ക് അവർക്ക് എത്തൂല. അതുകൊണ്ടാണ് പലരും ലിറ്ററേച്ചർ അല്ലെങ്കിൽ ആർട്സ്, ഫൈൻ ആർട്സ് മീഡിയത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഡ്രോപ്പ് ഔട്ട് ചെയ്യാനുള്ള ഒരു കാരണം.
ആർട്സിനെ കൊണ്ട് കുറെ ബെനിഫിറ്റ് ഉണ്ട്. അതായത് ഇപ്പം പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളെ ലിറ്ററലി ചില വർക്ക്സ് ഉണ്ട്, ഇപ്പം നടക്കുന്ന പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് ബേസ് നമുക്ക് ഇൻസ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന, അതായത് ഒരു അതെ ശരിയാണ്. ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ മാനേജ് ചെയ്യണം. ഇപ്പം ക്രൈസിസ് മാനേജ്മെന്റ്, ഈ ഇപ്പം മോണോപ്പൊളി. പൊളിറ്റിക്സ് ഇല്ലെങ്കിൽ ലൈക്ക് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ ഇതേ ഇല്ലല്ലോ പൊളിറ്റിക്സ് ഇല്ലെങ്കിൽ. അപ്പൊ പിന്നെ അവിടെ സയൻസിന് റെലവൻസ് ഇല്ല. ഹ്യൂമാനിറ്റി ഇല്ലെങ്കിൽ സയൻസ് അതായത് ഇല്ലല്ലോ. പൊളിറ്റിക്സ് അല്ല, ഞാൻ പൊളിറ്റിക്സ് അല്ല, ഇത് പൊളിറ്റിക്സ് കേസ് വേറെ, ഞാൻ പൊളിറ്റിക്സിലേക്ക് പറഞ്ഞില്ല. പൊളിറ്റിക്സ് ഓഫ് കോഴ്സ് ഇമ്പോർട്ടന്റ് ആണ്, കാരണം പൊളിറ്റിക്സ് അറിയില്ലെങ്കിൽ നമുക്ക് എവിടെയും നിൽക്കാൻ പറ്റില്ല. ഞാൻ പൊളിറ്റിക്സ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്, പക്ഷെ പൊളിറ്റിക്സ് അല്ല നമ്മൾ തള്ളിക്കളയുന്ന ലിറ്ററേച്ചർ. അതായത് അതെ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈക്ക് പൊളിറ്റിക്സിന്റെ ബേസ് ആണ് ലിറ്ററേച്ചർ. അതായത് ഫിസിക്സിന്റെ ബേസ് ആണ് മാത്തമാറ്റിക്സ്, അതായത് മാത്സിന്റെ അപ്ലിക്കേഷൻ ആണ് ഫിസിക്സ് എന്ന് പറയുന്നത് പോലെ ലിറ്ററേച്ചറിന്റെ അപ്ലിക്കേഷൻ ആണ് ഇത് പൊളിറ്റിക്സ്. അപ്പൊ ഫിലോസഫി എന്ന് പറയാം. ലിറ്ററേച്ചറിൽ ഓക്കെ. ഫിലോസഫി എന്നും പറയാം. ആ അപ്പോൾ ലിറ്ററേച്ചറിൽ ബേസ് ആയിട്ട് വരുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. ലിറ്ററേച്ചർ ഇപ്പം ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ 1984 എന്ന് പറഞ്ഞ ജോർജ് ഓർവെലിന്റെ നോവൽ. അതെന്തോ മോണോപോളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. അതായത് ഒരു ഭരണാധികാരിയുടെ പെരുമാറ്റം, അതായത് ഒരാളുടെ നമ്മളെ പൊളിറ്റിക്കൽ മൂവ്മെന്റും കാര്യങ്ങളും കണ്ട് അനലൈസ് ചെയ്തിട്ട് ആൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഈ ലിറ്ററേച്ചറിൽ ഡീപ്പ് സ്റ്റഡി നടത്തി ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നമ്മളെപ്പോലെ സയൻസ് സ്റ്റുഡൻസിന് പറ്റില്ല. അതായത് ഇപ്പം ഒരാൾ ഇപ്പം ഒരു പുതിയ റൂളർ അധികാരം, പറ്റൂല. അതായത് ഈ ഇപ്പൊ പാരന്റർ ഒക്കെ സയൻസ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ പരിപാടി കൊണ്ട് ഡാറ്റ അനാലിറ്റിക്സ്, ബിഗ് ഡാറ്റ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അത് ചെയ്യാൻ പറ്റില്ലെന്നല്ല, പക്ഷെ ഇത് ചെയ്യാൻ വേണ്ടിയുള്ള ഡാറ്റാസും ഐഡിയാസും കിട്ടുന്നത് ലിറ്ററേച്ചറിൽ നിന്നാണെന്നത് ശരിയാണ്. ബിഗ് ഡാറ്റ, ഡാറ്റ അനാലിറ്റിക്സ്, പാലന്റിയർ എന്നൊക്കെ പറഞ്ഞ് പാലന്റിയർ ഒക്കെ ചെയ്യുന്നത് അതൊരു വലിയ ടോപ്പിക്കാണ്. വലിയ ടോപ്പിക് മീൻസ് അത് ഇന്ന് പറയണം, വേണ്ട നാളെ ആക്കാം. നാളെ നമുക്ക് അതിനെ പറ്റി പറയാം. നീ പറ. എന്റെ സാധനം കണ്ട, ഞാനൊരു സാധനം സ്ട്രീമിൽ കാണിക്കുന്നുണ്ട്, കണ്ടിട്ടുണ്ടാ? പോസ്റ്റ് കാർഡ് ഇത് എടുത്തിയാ? ഓ ഓർമ്മയില്ല? ഞാൻ അയച്ചതാണോ ഇല്ലയെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നോക്കുകയായിരുന്നു. അല്ല, നീ അയച്ചതല്ല, നീ വേറൊരാൾക്ക് അയച്ചത്. ആളുടെ പേര് നീ പറയുന്നില്ല സ്ട്രീമിൽ. നീ അന്ന് നമ്മൾ ഒരുമിച്ച് അയച്ചല്ലേ? അതെ. ആ അല്ല, സംഭവം ഞാൻ ലിറ്ററേച്ചറിലേക്ക് കടന്ന സമയത്ത് മനസ്സിലാക്കി വെച്ചാൽ ലിറ്ററേച്ചർ ചില സമയം സയൻസിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സാധനമാണ്. പക്ഷെ മോസ്റ്റ് ആൾക്കാരും അണ്ടർ റേറ്റ് ചെയ്ത കാര്യമാണ്. അതായത് എല്ലാ തരത്തിലുള്ള സാധനത്തിനും ഒരുപോലെ പ്രോത്സാഹനം കൊടുക്കേണ്ടതും ഗവൺമെന്റ് ഓഫ് കോഴ്സ് എൻകറേജ് കഴിഞ്ഞാൽ ഗവൺമെന്റിന് തന്നെയാണ് പണി ആക്ച്വലി. അതായത് സയൻസ് പോലെയല്ല. സയൻസ് ലിറ്ററേച്ചറും നമ്മളെ പ്രശ്നം വെച്ചാൽ സയൻസ് ഗവൺമെന്റ് എൻകറേജ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റിന് ബെനിഫിറ്റേ ഉണ്ടാവുള്ളൂ. ലൈക്ക് ടെക്നോളജി, രാജ്യത്തിന്റെ മറ്റു കാര്യങ്ങളൊക്കെ വർദ്ധിക്കും. പക്ഷെ ആർട്സ് ആൻഡ് ലിറ്ററേച്ചറിൽ ഗവൺമെന്റോ ഭരണാധികാരികളോ ഇൻവെസ്റ്റ് ചെയ്യുമ്പം അവർക്ക് വരാൻ പോകുന്ന പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാര്യങ്ങൾ ആൾക്കാർ പഠിച്ച് മനസ്സിലാക്കുമ്പം അത് ഗവൺമെന്റിന് തന്നെ തിരിച്ച് പണി വരും. അങ്ങനെ ഒരു സാധനമുണ്ട്. ലൈക്ക് ഭരണത്തെ തന്നെ അതുകൊണ്ടാണല്ലോ ഇപ്പോഴുള്ള ഗവൺമെന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റിമറിക്കാൻ നോക്കുന്നത്. ലൈക്ക് അതായത് ഇപ്പൊ തന്നെ ലൈക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഡൽഹി സുൽത്താനേറ്റിന്റെ ഹിസ്റ്ററി ലൈക്ക് സിലബസ് ഒന്ന് ഒഴിവാക്കി പഠിപ്പിക്കുന്നില്ല. ലൈക്ക് CBSE ലൈക്ക് മുഗൾ രാജാക്കന്മാരെ പറ്റി പഠിപ്പിക്കുന്നേ ഇല്ല. ലൈക്ക് അവരെന്ത് ഇന്ത്യയിൽ വന്നിട്ടില്ല, അതിനെ ഒഴിവാക്കി, ഇല്ലാത്ത പോലെ, നടക്കാത്ത പോലെ. ഗവൺമെന്റ് ഭയക്കുന്ന ഒരു റിസർച്ച് മേഖലയാണ് ലിറ്ററേച്ചർ ആക്ച്വലി. ലൈക്ക് സയൻസ് റിസർച്ചിനെ ഒന്നും ഗവൺമെന്റ് ആരും ഭയക്കുന്നില്ല. ഇപ്പം മുകളിൽ നിൽക്കുന്ന ഇത് പൊസിഷനിൽ നിൽക്കുന്ന മന്ത്രിമാരോ ആരും ഭയക്കുന്നില്ല. പക്ഷെ ലിറ്ററേച്ചറിലുള്ള റിസർച്ച് ഗവൺമെന്റിന് ഭയം ഉണ്ടാക്കും. കാരണം എന്ന് വെച്ചാൽ റിസർച്ചിൽ അവർ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ മീഡിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. ലിറ്ററേച്ചർ അത്രയും പവർഫുൾ ആണ്. ലിറ്ററേച്ചറിൽ റിസർച്ച് കൂടും, ആൾക്കാർ ചിന്തിച്ചു തുടങ്ങുകയും ചെയ്യും. ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങും. ആൾക്കാർ ഒരുപാട് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ഇത് കിട്ടും, പ്രതികരണ ശേഷി കൂടും. ലിറ്ററേച്ചർ ഡീപ്പായിട്ട് റിസർച്ച് നടന്നു കഴിഞ്ഞാൽ ആൾക്കാരുടെ പ്രതികരണ ശേഷിയൊക്കെ കൂടിയാൽ ഗവൺമെന്റിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല.
അത് നമ്മളിപ്പം ഗ്രീക്ക് ആവട്ടെ, ഇപ്പം ഗ്രീക്ക് റിസർച്ച് അല്ലെങ്കിൽ ഫോറിൻ ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ റിസർച്ചിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ഫോറിനിൽ കുറെ കാര്യങ്ങളുണ്ട് റിസർച്ചില്. അവര് നമ്മളെക്കാട്ടും കുറെ എത്രയോ പടി മുന്നോട്ട് അതല്ല ലൈക്ക് പോയവരാണ്. അതിനുള്ള ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഇപ്പോൾ ഉള്ള കമ്മ്യൂണിസം. ഇപ്പൊ കാൾ ആ മാർക്സിന്റെ ബുക്ക് വായിച്ചിട്ട് എത്ര ആൾക്കാർ കമ്മ്യൂണിസ്റ്റ് ആവുന്നുണ്ട്. ആ ആ. ലൈക്ക് ഇതൊക്കെ ലിറ്ററേച്ചർ കാരണമാണല്ലോ. അതെ, ഉം. അവര് കമ്മ്യൂണിസ്റ്റ് ആണെന്നല്ല, like അവരുടെ പ്രവർത്തനം അവരുടെ ക്യാരക്ടറിലും ആറ്റിറ്റ്യൂഡിലും. അതന്നെ അല്ലാണ്ട് കുറെ നമ്മള് കുറെ ബുക്സ്, അതായത് ഇതുകൊണ്ട് ഈ സെയിം കാരണം കൊണ്ട് തന്നെ എത്ര എത്ര ആൾക്കാർ എഴുതുന്ന ബുക്സ്, എത്ര എത്ര ഈവൻ ഇന്ത്യയിൽ പോലും ബാൻ ചെയ്ത ബുക്കുകളുണ്ട്. ഉം, എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഈ പൊളിറ്റിക്സിനെയും ലിറ്ററേച്ചറിനെയും പറ്റി തെറ്റിദ്ധാരണ? ഇപ്പം രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാൽ സ്ഥിരം ആൾക്കാർ വിചാരിക്കുന്ന ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അണികളായിട്ട് ഒരു പാർട്ടിയിലെ നേതാവ് എന്ത് പറയുന്നു അതനുസരിച്ച് ജീവിക്കും. ഇപ്പം കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് നേതാവ് എന്തെങ്കിലും ഒരു അത് കാര്യം അത് പറഞ്ഞാൽ അത് ഇന്ത്യൻ അക്ഷരം ഇന്ത്യ പൊളിറ്റിക്സിലുള്ള ഒരു ലൈക്ക് മെയിൻ പ്രശ്നമാണ്. രാഷ്ട്രീയം. ലൈക്ക് എല്ലാരും പറയും ഡെമോക്രസി ഉം, ഡെമോക്രസി ഡെമോക്രസി എന്ന് പറയും. പക്ഷെ പാർട്ടിയിലുള്ള അണികള് പാർട്ടി നേതാവ് രാജാവ് എന്നുള്ള പോലെ തലയിൽ ലൈക്ക് വിമർശിക്കൂല. തലേനെടുത്തു. അതാണ് പ്രശ്നം. ആ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ വിമർശിക്കാനുള്ള അധികാരവും അവകാശവും കൊടുക്കുന്നുണ്ട്. അത് ഉപയോഗിക്കാതെ ഉം, തലയിലെടുത്ത് വെച്ചിട്ട് ലൈക്ക് അവര് എന്ത് ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ന്യായീകരിക്കാനുള്ള ന്യായം കണ്ടുപിടിക്കും. അതാണ് ഈ അതാണ് അണികൾ എന്നുള്ളതിന്റെ പ്രശ്നം. പ്രോപ്പർ പൊളിറ്റിക്സ് അല്ല നമ്മൾ ഇപ്പൊ നടക്കുന്നത്. അതെ. നേതാവ് എന്ത് പറയുന്നു? ഇപ്പം നമ്മളെ ഇന്നുണ്ടായ ഒരു സാധനം ഉണ്ടല്ലോ, വന്ദേ മാതരത്തിന്റെ ഇഷ്യൂ. അതും ആൾക്കാർ എന്തുകൊണ്ടാണ് ഫോളോ ചെയ്യുന്നത്? ഈ സെയിം ലീഡർ ഏതാ എന്ത് ഫോളോ പറഞ്ഞു? ചെയ്യുന്നത്? ലീഡർ പറഞ്ഞു ഇപ്പം കോൺഗ്രസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അത് പാടാൻ പാടില്ല എന്ന് പറഞ്ഞു. ഉം. അതിന് കുറെ വേറെയും മറ്റേ പ്രശ്നങ്ങളുണ്ട്. ഈ രാജ്യത്ത് റിലീജിയസ് സെക്യുലറിസത്തിനൊക്കെ എതിരാണ്. അല്ല പക്ഷെ അതിലൊന്നും പോകുന്നില്ലെങ്കിലും ഇപ്പം ബി അല്ല ജെ പിന്റെ കേസ് അല്ല ഈ എടുക്കുകയാണെങ്കിൽ അവരുടെ പാർട്ടി ആൾക്കാർ എതിർക്കുന്ന ആൾക്കാര് ജസ്റ്റ് നേതാവ് പറയുന്നോണ്ട് അങ്ങനെ ഒരിക്കലും എതിർക്കരുത്. നേതാവ് പറയുന്നതായിരിക്കരുത് നമ്മൾ എതിർക്കാനുള്ളതിന്റെ ശരി. ആ റീസൺ. നമ്മളത് നമ്മള് സ്വന്തം മനസ്സിലാക്കിയിട്ട് ചിന്തിച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കണം. എന്തുകൊണ്ട് അതിനെ എതിർക്കണം എന്ന് അറിഞ്ഞിട്ട് എതിർക്കണം. അല്ലാണ്ട് എന്തുകൊണ്ട് അതിനെ എതിർക്കുന്നു നേതാവ് പറഞ്ഞോണ്ട് ലൈക്ക് അങ്ങനെയല്ലല്ലോ. ചിന്തിക്കാൻ കഴിവുള്ള ആള് ചിന്തിക്കണ്ടേ? ആ ഇപ്പം പ്രോപ്പർ ഇപ്പം പൊളിറ്റിക്സിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരൊന്നും പൊളിറ്റിക്സ് എന്താണെന്ന് അറിഞ്ഞിട്ടല്ല പ്രവർത്തിക്കുന്നത്. അവര് പൊളിറ്റിക്സ് കൊണ്ടുണ്ടാവുന്ന അൾട്ടിമേറ്റ് ബെനിഫിറ്റ്സ് ആയ പവർ, അതൊക്കെയാണ് ചിന്തിക്കുന്നത്. ലൈക്ക് ഇതില് പ്രോപ്പർ വേറെ പൊളിറ്റിക്സ് വേറെ എന്താണെന്ന് ഒരു എല്ലാവർക്കും അറിയില്ല. കോമഡി എന്താന്ന് വെച്ചാല്, പണ്ട് ഞാൻ +2 പഠിക്കുമ്പോഴാണ് തോന്നുന്നു, അപ്പോഴാണ് ഈ മെക്സിക്കൻ അപാരത ഇറങ്ങിയത്. SFI. ആ ആ. ഈ മെക്സിക്കൻ അപാരത കണ്ടിട്ട് കൊറേ എണ്ണം SF ആയിട്ട് അവർക്ക് എന്താണ് കമ്മ്യൂണിസം, എന്താ ആ. പാർട്ടി, എന്താ ഒന്നും അറിയില്ല. മെക്സിക്കൻ അപാരതയില് മാസ് പിടിച്ചു വന്നു, അതുകൊണ്ട് മാത്രം SFI ആയ ആൾക്കാര് ലൈക്ക് ഉം. അങ്ങനെ ഒരു പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് ലൈക്ക് പ്രോപ്പർ കമ്മ്യൂണിസ്റ്റ് ആൾക്കാരുടെ ഇപ്പം റൈറ്റേഴ്സ് ആയ ഈ സാധനങ്ങളൊക്കെ ഇല്ലേ, ചെഗുവേര, കാൾ മാക്സ് ആണെന്ന് തോന്നുന്നു, ലൈക്ക് കാൾ അങ്ങനത്തെ മാക്സ്. റൈറ്റേഴ്സ് ഒക്കെ നല്ല റൈറ്റേഴ്സ് ആണ്. ലൈക്ക് അവരുടെ പൊളിറ്റിക്സ് ഒക്കെ അടിപൊളിയായിരിക്കും. ലൈക്ക് ബുക്ക് ലൈക്ക് അത്രയും ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ബുക്സ് ഒക്കെ അത്രയും അടിപൊളിയായിരിക്കും. പക്ഷെ ഈ ബുക്സ് ഒക്കെ ഇത് പാർട്ടിയിലുള്ളവരൊന്നും ഇതൊന്നും. ഈവൻ ഈവൻ നമ്മുടെ ഹിറ്റ്ലറിന്റെ ബുക്ക് പോലും ഭയങ്കര പോപ്പുലർ അല്ലേ, എല്ലാരും വായിക്കുന്നതല്ലേ ആ അതെ, ഹിറ്റ്ലറിന്റെ, മുസോളിനിയുടെ ഇതായാലും എല്ലാവരും ലൈക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബെനിഫിറ്റ് ഉള്ള ബുക്സ് ആണ് ഇതൊക്കെ. നോക്കാൻ പൊളിറ്റിക്സിലേക്ക് അധികം നോക്കിയാൽ അധികവും ഒന്നെങ്കിൽ ആർമി അല്ലെങ്കിൽ ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് പൊളിറ്റിക്സ്. അതന്നെ നീ ഉം. പറഞ്ഞ പോലെ ഈ കഥ എഴുതുന്ന ആൾക്കാണ് അധികം ഐഡിയോളജി. കാൾ മാർക്സിന്റെ ആയാലും ചെഗുവേരയുടെ ആയാലും എല്ലാവരെയും ഐഡിയോളജി ഇവർ കൺവേ ചെയ്യുന്നത് ലിറ്ററേച്ചറിലൂടെയാണല്ലോ. ഈ പവർ ഉണ്ടാകുന്ന ആൾക്കാരൊക്കെ ലിറ്ററേച്ചർ ഉള്ളതുകൊണ്ടാണ്. ലൈക്ക് ലിറ്ററേച്ചർ ആണ് അവരുടെ അത്രയും പവർഫുൾ ആക്കുന്നത്. മീഡിയം അവരുടെ മീഡിയം ലിറ്ററേച്ചർ ആണ്. മീഡിയം ലിറ്ററേച്ചർ ആണ്. ഉം. ലിറ്ററേച്ചർ പക്ഷേ ഭയങ്കര പവർഫുൾ ആണ്. ലൈക്ക് ഭയങ്കര അണ്ടർ റേറ്റഡും കൂടിയാണ് ലിറ്ററേച്ചർ ആക്ച്വലി. ഉം. സയൻസ് ഒക്കെ വേണ്ട റെക്കഗ്നീഷൻ കിട്ടുന്നുണ്ട്, പക്ഷെ ലിറ്ററേച്ചറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ്. അത് മുകളിൽ നിൽക്കുന്നവര് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലുള്ളവർക്ക് പണിയേ ആവുള്ളൂ ലിറ്ററേച്ചർ. ഉം.
അതുകൊണ്ട് തന്നെയാണ് ഈ സെൻസറിങ് എന്നുള്ളൊരു സംഭവം വരുന്നത്. അതായത് ആ ഗവൺമെന്റിന് വേണ്ടത് മാത്രം കാണിക്കുക, വേണ്ടാത്തതിനെ ബാൻ ചെയ്യുക എന്നുള്ളൊരു ആ സംഭവം. സെൻസറിങ് അതെ, നമ്മള് റൈറ്റിംഗ് ആയാലും പൊതുവെ എല്ലാവരും സെൻസറിങ് എന്ന് പറയുമ്പോൾ സിനിമയുടെ സെൻസറിങ് മാത്രമായിരിക്കും എല്ലാവരുടെയും മനസ്സിൽ വരിക. പക്ഷെ സെൻസറിങ് എന്ന് പറയുമ്പോൾ ഒരിക്കലും സിനിമ മാത്രമല്ല, ഉം ബുക്ക് മുതൽ എല്ലാ ബുക്ക് രീതിയിലും സെൻസറിങ്. ലൈക്ക് ഈവൻ നമ്മുടെ ഇന്റർനെറ്റിൽ ഏതൊക്കെ വെബ്സൈറ്റ് കാണണം കാണിക്കണ്ട എന്ന് വരെ ഗവൺമെന്റ് തീരുമാനിക്കുന്നത്. തീരുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ BBC, അതായത് CNN, റോയിട്ടേഴ്സ് പോലെയുള്ള പല ന്യൂസ് ഏജൻസീസും അവരുടെ സെയിം വെബ്സൈറ്റിന്റെ ക്ലോണുകൾ ഡാർക്ക് വെബിൽ അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്, അറിയോ? ഉം അതായത് ഇപ്പോൾ ഇറാനിലോ ഇന്ത്യയിൽ തന്നെ ചില BBC ഡോക്യുമെന്ററി ഇന്ത്യയിൽ വേണ്ട. ആ ആ ആ. അതുപോലുള്ള രാജ്യങ്ങളിൽ ഈ കറക്റ്റ് ന്യൂസ് അവര് കാണിക്കൂല ആൾക്കാർക്ക്. ഉം അപ്പം ഈ അവിടെയുള്ള ആൾക്കാർക്ക് അത് ഡാർക്ക് വെബ് വഴി, ഡാർക്ക് വെബ് എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു ഡാർക്ക് വെബ് ഒരിക്കലും ഒരു മോശമായിട്ടുള്ള കാര്യമല്ല. സാധാരണ ഇന്റർനെറ്റ് പോലെ ഉള്ളൊരു സംഭവമാണ് ഡാർക്ക് വെബ്. സാധാരണ ഇന്റർനെറ്റിൽ നടക്കുന്ന മോശം കാര്യങ്ങൾ നടക്കുന്ന പോലെ അതിലും മോശം കാര്യങ്ങൾ ഉണ്ടെന്നല്ലാതെ അതൊരിക്കലും ഒരു മോശം മോശമല്ല. പ്രവൃത്തിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒന്നല്ല. ലൈക്ക് അമേരിക്കൻ മിലിറ്ററി ആണെന്ന് തോന്നുന്നു, അവരുടെ എന്താ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു ഈ ഡാർക്ക് വെബ് എന്നുള്ള സംഭവം. അത് പിന്നെ അവർ ഓപ്പൺ സോഴ്സ് ചെയ്തതാണ്. ആഹാ പിന്നെയാണ് അതിൽ സിൽക്ക് റോഡൊക്കെ വന്ന് അങ്ങനെ അവർ ഇതിലേക്ക് ആയത്. പക്ഷെ ഇപ്പോഴും അതിന്റെ റൈറ്റ് യൂസ്, അതായത് മീഡിയ ഇൻഡിപെൻഡൻസ്, അതായത് അൺസെൻസേർഡ് ആയിട്ടുള്ള, സെൻസർ ചെയ്യാത്തുള്ള മീഡിയ ന്യൂസ് എത്തിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഗവൺമെന്റ്സ് എല്ലാ ന്യൂസ് ഏജൻസീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ മൈൻക്രാഫ്റ്റ് സെർവർ ഉണ്ട്, ദി അൺസെൻസേർഡ് ലൈബ്രറി എന്ന് പറഞ്ഞിട്ടൊരു മൈൻക്രാഫ്റ്റ് സെർവർ ഉണ്ട്. ആഹാ അത് ഇതുപോലെ ഇൻഡിപെൻഡന്റ് ജേർണലിസ്റ്റ് യൂസ് ചെയ്യുന്നതാണ്. ആ മൈൻക്രാഫ്റ്റിൽ നമുക്ക് ബുക്ക് എഴുതാനുള്ള ഒരു ഫീച്ചർ ഉണ്ടല്ലോ. ലൈക്ക് ആ ഒരു ആഹാ സെർവറിൽ അവര് ബാൻഡ് ആയിട്ടുള്ള ലിറ്ററേച്ചറും മൊത്തം അവൈലബിൾ ആക്കുന്നുണ്ട് എല്ലാരും. മൈൻക്രാഫ്റ്റോ? മൈൻക്രാഫ്റ്റ് യൂട്യൂബിൽ അടിച്ചാൽ വരുമല്ലോ, മൈൻക്രാഫ്റ്റ് അൺസെൻസേർഡ് ലൈബ്രറി അടിച്ചാൽ മതി. ഉം ഉം. ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ലിറ്ററേച്ചർ ആണ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിറ്ററേച്ചർ ഇല്ലെങ്കിൽ സയൻസും ഇല്ല. ഈവൻ നമ്മുടെ ഇപ്പോൾ ഉള്ള, അതായത് ലൈറ്റ് സ്പീഡിൽ ട്രാവൽ ചെയ്യുക, വേം ഹോള്, ടെലിപ്പോർട്ടേഷൻ, ഇതൊക്കെ ലിറ്ററേച്ചറിൽ നിന്ന് വരുന്ന ഐഡിയാസ് ആണ്. അതൊക്കെ ലിറ്ററേച്ചറിന്ന് വരുന്ന ഐഡിയാസ് ആണ്. പക്ഷെ ലിറ്ററേച്ചറിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങള് ലോകം മൊത്തം നിയന്ത്രിക്കാൻ പറ്റും. സയൻസ് വെച്ചാണ് ലോകം നിയന്ത്രിക്കുക. ലൈക്ക് ലിറ്ററേച്ചർ ആണ് ആക്ച്വലി ലോകം നിയന്ത്രിക്കുന്നത്. അതായത് നമ്മള് ലിറ്ററേച്ചർ അതായത് എന്നുള്ളതിനുപരി നമുക്ക് ഇൻഫർമേഷൻ ബേസിക്കലി എന്ന് നമ്മള് വേണമെങ്കിൽ പറയാം. സയൻസിലെ ഒരു സംഭവം ഇല്ല, സൈഫൈ കോൺസെപ്റ്റ് ആണ് ടൈം ലൂപ്പ്. പക്ഷെ ആക്ച്വലി നമ്മളെല്ലാവരും ഒരു ടൈം ലൂപ്പിലാണ്. പക്ഷെ ടൈം ലൂപ്പില് വരുന്ന സമയത്ത് നമ്മൾ മനുഷ്യന്മാർ അവരുടെ ഒരു 60-70 വയസ്സാകുമ്പം ഇല്ല മരിക്കുന്നു എന്നുള്ളതല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ബാക്കി ഫുൾ ഒരു ടൈം ലൂപ്പാണ്. അതായത് പണ്ട് സംഭവിച്ച അതേ കാര്യങ്ങൾ തന്നെ ലൂപ്പ് പോലെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലാകെ വ്യത്യാസം വരുന്നത് ടെക്നോളജി, നമ്മുടെ കയ്യിലുള്ള ആക്സസിബിലിറ്റി കാര്യങ്ങൾ, റിസോഴ്സസ് ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസം വരും എന്നെല്ലാം നോക്കുകയാണെങ്കിൽ അത് സിറ്റുവേഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് ലൈക്ക് ലൂപ്പാണ്. ഏജസ് മാറുന്നുണ്ടല്ലോ. ലൈക്ക് ഈവൻ നമ്മുടെ ഒഡീസി എടുക്കുകയാണെങ്കിൽ ഇത് ട്രോയ് എന്നുള്ള സ്ഥലം, ലൈക്ക് നീ പറഞ്ഞ പോലെ തന്നെ ലൂപ്പാണ്. ഒഡീസി നടക്കുന്നത് ട്രോയ് 7ഓ ട്രോയ് 6ഓ അങ്ങനെ എന്തോ. ലൈക്ക് ആ ഒരു സിറ്റി അല്ലെങ്കിൽ ആ ഒരു കൺട്രി ലൈക്ക് 10-12 പ്രാവശ്യം അത് ഉയർത്ത് വന്നു, പിന്നെ ആ സിവിലൈസേഷൻ ഇല്ലാണ്ടായി, വീണ്ടും വന്നു ഇല്ലാണ്ടായി, വീണ്ടും വന്നു ഇല്ലാണ്ടായി, അങ്ങനെ ലൂപ്പ് അടിച്ച് വന്നിട്ടുണ്ട്. ലൈക്ക് അതിൽ ഒരു ലൂപ്പിൽ നടന്ന കഥയാണ് ഒഡീസി എന്ന് അങ്ങനെ ഞാൻ എവിടെ കണ്ടായിരുന്നു. അല്ല, ശരിക്കും നമ്മളും ഒരു ലൂപ്പിൽ തന്നെയാണ്. അതായത് സത്യം പറഞ്ഞ ഇപ്പം ലൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ടൈം മാറുന്നുണ്ട്. പക്ഷെ ആക്ച്വലി ടൈം മാറുന്നുണ്ടെങ്കിൽ ആക്ച്വലി ടൈം മാറുന്നില്ല. നമ്മള് ചിന്തകളാവട്ടെ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് സെയിം ആണ്. എന്തെങ്കിലും മാറുന്നുണ്ടോ? പൊളിറ്റിക്സ് ആവട്ടെ എന്ത് കാര്യങ്ങളായാലും ഓൾമോസ്റ്റ് സെയിം ആണ്. കാലഘട്ടം മാറുന്നുണ്ട് എന്നേ ഉള്ളൂ. അതായത് കാലഘട്ടം മാറുന്നുണ്ട്, പക്ഷെ നമ്മൾ ലൂപ്പിലാണ്. അതെ കാലഘട്ടം ആ മാറുന്നു. ആ
അത് ലൈക്ക് ഈവൻ നമ്മൾ നമ്മളിപ്പോ രാമായണോ മഹാഭാരതമോ അതെടുക്കുകയാണെങ്കിൽ തന്നെ എന്താ ആ എന്താ കലിയുഗം മറ്റേ യുഗം യുഗങ്ങളൊക്കെ ഇല്ലേ. ആ നമ്മളാ കഥ ഇപ്പം സപ്പോസ് ഇപ്പൊ മഹാഭാരത എപ്പിക് ലൈക്ക് അത് കാണുമ്പോ നമുക്ക് കാണുമ്പോ ചില കാര്യങ്ങൾ കാണുമ്പോ ഓ ഇത് തന്നെയല്ലേ ഇപ്പോഴും സംഭവിക്കുന്നത്. ആ ഇത് 1000 വർഷം മുമ്പ് നടന്നാണെന്ന് പറയുന്നത്, പക്ഷെ 1000 വർഷം മുമ്പ് നടന്ന തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. അതെ സോ ലൂപ്പാണ് ബേസിക്കലി. ആ അതേ കാര്യം വീണ്ടും നടക്കും. ഇനി ഇത് കഴിഞ്ഞ അടുത്ത തലമുറയിൽ ഇത് തന്നെയാ സംഭവിക്കുന്നത്. അതെ ബേസിക്കലി ലൂപ്പാണ്. ആ നമ്മളെല്ലാരും ലൂപ്പിൽ ഒരു ലൂപ്പ് ലൂപ്പിലാണ്. നമ്മൾ ലൂപ്പിന്റെ അറിയുന്നില്ല. ഉള്ളിൽ ലൂപ്പിന്റെ ഉള്ളിൽ ലൂപ്പ് അതന്നെ ലൂപ്പിന്റെ ഇൻസെപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ ലൈക്ക് നമ്മളാരും ഓരോരുത്തർക്കും ചിന്തിക്കാത്ത ഒരു ഓരോ ലൂപ്പാണ്. ലൂപ്പ്. ആ ലൈക്ക് നമ്മൾ ലിറ്ററേച്ചർ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. ഓക്കെ നമ്മളൊന്നും ചെയ്യണ്ട. ഒരു 100 വർഷം മുമ്പുള്ള ഒരു ലിറ്ററേച്ചർ റിസർച്ച് ചെയ്യുക, അതിൻ്റെ 200 വർഷം, പിന്നെ 300, 1000 വർഷം എല്ലാം എടുത്ത് നോക്കി കഴിഞ്ഞാല് അതിലൊക്കെ കോമൺ ആയിട്ടുള്ള ഹ്യൂമൻ ഇമോഷൻസ് ലൈക്ക് നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ലൈഫ് സ്റ്റൈല് കാര്യങ്ങളൊക്കെ ലൂപ്പാണ്. ആകെ മാറുന്നത് ടൈം മാത്രമാണ്. ടൈം മാറുന്നുണ്ട്, പക്ഷെ ആക്ച്വലി ടൈം ലൂപ്പിലാണ് നമ്മളുള്ളത്. അതെ ആ ലൈക്ക് നമ്മളിപ്പോ ലാസ്റ്റ് മറ്റേ നീ പറഞ്ഞല്ലോ ഡീസി ഒക്കെ ലൈക്ക് അതൊക്കെ കണ്ടു കഴിഞ്ഞാല് ഓക്കെ നമുക്ക് ഭയങ്കര കണക്റ്റ് ആവും. ബേസിക്കലി പണ്ട് നടക്കുന്ന യുദ്ധങ്ങൾ ഇപ്പോഴും യുദ്ധങ്ങൾ നടക്കുന്നു. പണ്ട് ഇടതും വലുതും വേറെ ഇപ്പോഴും ഇടതും രീതിയിൽ. വലുതും യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെയല്ലേ ഹ്യൂമാനിറ്റി. ഈവൻ ഇപ്പൊ ചില വേൾഡിലെ മോസ്റ്റ് കൺട്രീസിന്റെ അവരുടെ എക്കോണമി തന്നെ യുദ്ധത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വർക്കുന്നത്. ഏത് കൺട്രിയാന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ലൈക്ക് യുദ്ധമില്ലെങ്കിൽ ആ കൺട്രി റിസഷനിലേക്ക് പോകുന്നൊക്കെയാ പറയാറ്. അല്ല കൊറേ എക്സാമ്പിൾ ഉണ്ട്. ഇപ്പം എന്താണ് മറ്റേ സന്ദേശത്തില് ശ്രീനിവാസൻ ഒരു സാധനം പറയുന്നില്ലേ, തമിഴ്നാടൊക്കെ ആണെങ്കിൽ വല്ല സിനിമാ നടനോ മറ്റോ ആയാൽ മതി, അവർക്ക് താരാരാധനയല്ലേ ഉള്ളൂ. പക്ഷെ തമിഴ്നാട് ഒരു ലൂപ്പിലാണെന്നുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ശ്രീനിവാസൻ അന്ന് പറഞ്ഞത് അന്നത്തെ പൊളിറ്റിക്സിനെ ബേസ് ചെയ്തിട്ടാണ്, പക്ഷെ അതേ ലൂപ്പിൽ തന്നെയാണ് തമിഴ്നാട് ഇപ്പോഴും ഉള്ളത്. തമിഴ്നാട് പൊളിറ്റിക്സ് ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ടൈം ലൂപ്പ് അത് ആക്ച്വലി. കുറച്ച് ഭയങ്കര ലൂപ്പായി പോയി. ലൈക്ക് ഡിറ്റോ ആയിപ്പോയി ഭയങ്കര. അതിനെ അതിനേക്കാളും വലിയ ടൈം ലൂപ്പിന്റെ എക്സാമ്പിള് റിയൽ ലൈഫിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. നോളന്റെ പടത്തിൽ പോലും ഇതുപോലത്തെ ഒരു ടൈം ലൂപ്പ് കാണിച്ചു തരാൻ പറ്റില്ല. ടെനറ്റൊക്കെ മാറി നിൽക്കും അങ്ങനത്തെ ഒരു ലൂപ്പ്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ ഏകദേശം 50 വർഷം ആയെന്ന് എനിക്കറിയില്ല, MGR ഇതുപോലെയായി. അപ്പം സിനിമ ഫീൽഡിൽ നിന്ന് പൊളിറ്റിക്സിലേക്ക് വന്നു. അപ്പോ കാലം കഴിഞ്ഞാൽ ആൾക്കാർ മാറില്ലേ, ആൾക്കാരുടെ ചിന്ത മാറില്ലേ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഇത് നമ്മളെല്ലാരും ഒരു ടൈം ലൂപ്പിലാണ്. സോ 50 വർഷം കഴിഞ്ഞ ഇനി വിജയ് പോയാല് ഇനി ഒരു 50 വർഷം കഴിഞ്ഞാൽ ആരെങ്കിലും ആയിട്ട് ഇതുപോലെ തന്നെ വരും. അതാരായിരിക്കും? പുതിയ തമിഴില് ആരായിരിക്കും? എല്ലാരും പറയുന്നത് ആരാ അറിയോ? പ്രദീപ് രംഗനാഥൻ PR. പ്രദീപ് രംഗനാഥനോ?